ഫുക്രിയിലേക്ക് സ്വാഗതം. മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തനി സ്വരൂപം കണ്ടത്. സെമി ഫൈനലിലാണ് അവർ കഷ്ടിച്ച് തോറ്റത്. ജസ്റ്റ് ഒരു ഗോളിനെ മറ്റാണ് തോറ്റത്. അപ്പോൾ അന്നത്തെ മൊറോക്കോയുടെ ആ ജൈത്രയാത്ര എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ ആരാധകരെ മുഴുവൻ സന്തോഷിപ്പിച്ച ഒന്നായിരുന്നു. ഇത്തവണയും അവർ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. ആദ്യ കളിയിൽ, ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ കളിയിൽ ബ്രസീലിനെ വിറപ്പിച്ചു അവർ. പിന്നീട് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് അവർ മുന്നേറി റൗണ്ട് ഓഫ് 32-ലെത്തി. റൗണ്ട് ഓഫ് 32-ൽ ഇപ്പോൾ നെതർലൻഡ്സിനെയും വിറപ്പിച്ച് തോൽപ്പിച്ചു. അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തോറ്റതെങ്കിലും സാധാരണ സമയത്ത് തന്നെ നെതർലൻഡ്സിനെതിരെ ഒരു 3 ഗോളെങ്കിലും അവർ ജയിക്കേണ്ട കളിയായിരുന്നു. അവർക്ക് പലതും അടിക്കാൻ പറ്റിയില്ല, ഗോളടിക്കാൻ പറ്റിയില്ല. നിർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും ഇതുണ്ടായി. നെതർലൻഡ്സിൻ്റെ ഗോളി പലപ്പോഴും ഗംഭീരമായിട്ട് സേവ് ചെയ്തു. എന്തായാലും പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നെതർലൻഡ്സിനെ തോൽപ്പിച്ചു. ഷൂട്ടൗട്ടിൽ പക്ഷേ രണ്ട് ടീമും അതായത് പെനാൽറ്റി മിസ്സാക്കുന്നതിന് മത്സരിക്കുകയായിരുന്നു. എന്തായാലും അവസാന നിമിഷം കടന്നുകൂടി മൊറോക്കോ. പക്ഷേ ഗംഭീര കളിയായിരുന്നു. സാധാരണ സമയത്ത് നല്ല കളിയായിരുന്നു. നല്ല ഉജ്ജ്വലമായി കളിച്ചു മൊറോക്കോയുടെ കളി കണ്ടറിയാം. അവരിനിപ്പോൾ അടുത്ത സ്റ്റേജിൽ അവരുടെ എതിരാളി എന്ന് പറയുന്നത് കാനഡയാണ്. അവർ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ കാനഡയ്ക്കെതിരെ അവർക്ക് തന്നെയാണ് മുൻതൂക്കം, മൊറോക്കോയ്ക്ക് തന്നെയാണ്. സാധാരണഗതിയിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മൊറോക്കോ കാനഡയെയും മറികടന്ന് ക്വാർട്ടറിലേക്ക് എത്തേണ്ടതാണ്. പ്രീ ക്വാർട്ടറിൽ കാനഡയെയും മറികടന്ന് ക്വാർട്ടറിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ മൊറോക്കോ പിന്നീട് അങ്ങോട്ട് 2-3 കളി ജയിച്ച ചാമ്പ്യന്മാരാണ്, വേൾഡ് ചാമ്പ്യന്മാരാണ്, ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ മൊറോക്കോ ഇത്തവണയും നല്ല കളിയാണ്. ലോക റാങ്കിങ്ങിൽ 7ാമതാണ്, ഫിഫയുടെ റാങ്കിങ്ങിൽ 7ാമതുള്ള ടീമാണ്. അവർ ആ പെരുമയ്ക്കൊത്ത കളി കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഉജ്ജ്വലമായിട്ടാണ് കളിക്കുന്നത്. അവർ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ അത് കാണിച്ചാണ്. ഇത്തവണ അത് വീണ്ടും ആ വഴിയിൽ തന്നെയാണ് അവർ. മൊറോക്കോ അതിഗംഭീരമായിട്ട് കളിക്കുന്നു. മൊറോക്കോ ഏതുവരെ പോകും എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഉണ്ട്. തീർച്ചയായിട്ടും മൊറോക്കോയ്ക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റട്ടെ, ചാമ്പ്യന്മാരാകാൻ പറ്റട്ടെ.